ഇതൊക്കെ വെറും സ്ട്രെസ് കൊണ്ടാണ്. ഒന്ന് റിലാക്സ് ചെയ്താൽ മാറിക്കോളും. മൈഗ്രെയിൻ ഉള്ളവർ സ്ഥിരമായി കേൾക്കുന്ന ഒരു വാക്കാണിത്. എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ട് നമുക്കൊന്ന് നോക്കാം. സത്യം പറഞ്ഞാൽ മൈഗ്രെയിൻ എന്ന് പറയുന്നത് വെറും മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ സ്ട്രെസ് മാത്രമല്ല, തലച്ചോറിനെയും നാഡീവ്യൂഹത്തെയും ബാധിക്കുന്ന ഒരു ഗുരുതരമായ ഒരു അവസ്ഥയാണിത്. അതെ, സ്ട്രെസ് മൈഗ്രെയിൻ കൂട്ടാനുള്ള ഒരു പ്രധാന കാരണമാണ്. പക്ഷെ അത് മാത്രമല്ല കാരണം. ഒരു തോക്കും അതിലെ ബുള്ളറ്റും പോലെയാണ് മൈഗ്രെയിൻ. നിങ്ങളുടെ ജീനുകളും തലച്ചോറിലെ മാറ്റങ്ങളുമാണ് ആ തോക്കെങ്കിൽ അതിലെ ട്രിഗർ അമർത്തുന്ന കാര്യങ്ങളാണ് സ്ട്രെസ്. ഉറക്കക്കുറവ്, ശരീരത്തിൽ വെള്ളം കുറയുന്നത്, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക, ഹോർമോൺ വ്യതിയാനങ്ങൾ, ചില ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അമിതമായ വെളിച്ചം എന്നിവയൊക്കെ പലർക്കും കഠിനമായ ജോലിക്ക് ശേഷം വരുന്ന ലീവ് ദിവസങ്ങളിലോ വെക്കേഷനിലോ ഒക്കെ ആവും ഈ മൈഗ്രെയിൻ വരുന്നത്. ഇതിനെ ലെറ്റ് ഡൗൺ മൈഗ്രെയിൻ എന്ന് പറയും. അതായത് സ്ട്രെസ് കുറയുമ്പോഴും മൈഗ്രെയിൻ വരാം. ഇനി സ്ട്രെസ് മാത്രമാണ് ഇതിന് പിന്നിലെങ്കിൽ സ്ട്രെസ് ഉള്ള എല്ലാവർക്കും മൈഗ്രെയിൻ വരേണ്ടതല്ലേ? പക്ഷെ അങ്ങനെ ഉണ്ടാകാറില്ല. കാരണം നിങ്ങളുടെ ജീനുകൾ, തലച്ചോറിലെ കെമിക്കലുകളുടെ വ്യതിയാനം, നാഡീവ്യൂഹത്തിന്റെ സെൻസിറ്റിവിറ്റി എന്നിവയൊക്കെ ഇതിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ സ്ട്രെസ് കാരണം മൈഗ്രെയിൻ കൂടാം. പക്ഷെ മൈഗ്രെയിൻ എന്നാൽ വെറും സ്ട്രെസ് മാത്രമല്ല, കൃത്യമായ പരിശോധനയും ചികിത്സയും വേണ്ട ഒരു രോഗാവസ്ഥയാണിത്. നിങ്ങളുടെ മൈഗ്രെയിൻ കൂട്ടുന്ന പ്രധാന വില്ലൻ ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ.